കൊച്ചിലെ മുതലുള്ള എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആവശ്യമില്ലാതെ ഞാൻ ആരോടും വഴക്കിന് പോകാറില്ല. നീ എന്താ ചിരിക്കുന്നേ? നീ മിണ്ടണ്ട. നീ ചിരിച്ചതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. കനകം പറഞ്ഞേ, ഞാൻ ആവശ്യമില്ലാതെ ആരോടെങ്കിലും വഴക്കിന് പോകാറുണ്ടോ? കനകത്തിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ പോകുന്നു? നീ എന്തിനാ പറയുമ്പോ അങ്ങോട്ട് നോക്കുന്നേ? എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാക്കാറുണ്ടോ? അങ്ങോട്ട് പറ. இல்ல, நீங்க யார்கிட்டயும் சண்டை போட மாட்டேங்க. அது எனக்கு நல்லா தெரியும். അങ്ങനെ മര്യാദയ്ക്ക് കാര്യം പറ. അത് തന്നെ, അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞു പറയിപ്പിക്ക്. നിനക്കേ വെച്ചിട്ടുണ്ടടി, ഞാൻ എടുത്തോളാം. വന്നു വന്നു പാവങ്ങൾക്കിവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഓക്കെ അല്ലേ പാറു? ഓക്കെ. പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം. മിണ്ടു ചേട്ടാ, ഫോൺ നമ്പറും കൂടി വെക്കണോ? എന്തിന്? അതാണെങ്കി കട തുറന്നോ ഇല്ലെന്ന് വിളിച്ചു വെച്ചിട്ട് വരാലോ. അത് വേണ്ട ചേച്ചു. എന്താ? കൊടുക്കുവാണെങ്കിൽ ലച്ചു ചേച്ചിയുടെ നമ്പരേ കൊടുക്കാൻ പറ്റും. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കട തുറന്നിട്ടില്ലെന്നങ്ങ് പറയും. അയ്യോ, ഒന്നും വേണ്ട. അതാ പറഞ്ഞ വേണ്ടെന്ന്. എന്നാ പിന്നെ നമുക്ക് അടുത്ത പോസ്റ്റർ ഒട്ടിക്കാൻ പോയാലോ? വേണ്ട, നമുക്ക് കുറച്ചും കൂടെ അവിടെ പോയി ഒട്ടിക്കാം. ഇവിടെയാ? വേണ്ട, കുറച്ചും കൂടെ അങ്ങോട്ട്. ഇവിടെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? அம்மா, அவ போஸ்டர் ஒட்டிக்க போயிருப்பா. അല്ല, അതെനിക്കറിയാമല്ലോ. അല്ല, എന്നിട്ട് കാണുന്നില്ല. പോയിട്ട് വരാൻ സമയം കഴിഞ്ഞല്ലോ, ഇവരെ കണ്ടില്ലല്ലോ. ரொம்ப தூரம் எல்லாம் போயிருப்பாளோ? ഏയ്, അങ്ങനെ ദൂരത്തൊന്നും പോകത്തില്ല. അങ്ങനെ പോവാന്നെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. பின்னொரு சமாதானம், அவங்க குழந்தைங்க எல்லாம் இருக்காங்கல்ல, அதனால பிரச்சனை இல்ல. അതെ. அம்மா, அவளுக்கு இப்ப இந்த கடை அது மட்டும் தான் நினைப்பு. കാലങ്കാർത്താലെ എല്ലാം എഴുந்திருக்கிறாமா. അത് പിള്ളേരെല്ലാം രാവിലെ ഇങ്ങ് വരത്തില്ലയോ? ഈ കടയുടെ മുമ്പിലല്ലേ കളിയും ചിരിയും തമാശയും തകർപ്പും എല്ലാം. ഇപ്പടിയാണ് അവ ரொம்ப ഫേമസ് ആവാ. ഇവിടെ എല്ലാരും ഫേമസ് അല്ലയോ? കേശു ആണെങ്കിൽ കേശുവിനെ ഇവിടെ അറിയാത്തതായിട്ട് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇല്ല. അത് നീങ്ക சொன்னது കറക്റ്റ് தான். പാറു ചെല്ലം தான். பாருங்க வர. ഇത് ഒറ്റയ്ക്കാണോ വരുന്നത്? മിട്ടും കിച്ചും ഒക്കെ എന്തിയേ? അവരൊക്കെ ആ ഗേറ്റ് വരെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടു. അതെന്താ? അതെ, വീട്ടുചേട്ടൻ ഇങ്ങോട്ട് വന്നാലേ ഇവിടുത്തെ മൊത്തം തിന്നു കിട്ടും. ഈ കടയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ടാണോ സർക്കിട്ട് നടക്കുന്നേ? ഞാൻ പോകുന്ന വഴിക്ക് എല്ലാ കുട്ടികളോടും പറഞ്ഞായിരുന്നു. എന്തു പറഞ്ഞു? 1 മണിക്കൂർ കട മുടക്കാം. പിന്നെ എല്ലാ സ്ഥലത്തും പോസ്റ്റർ അടിച്ചു. ഇനി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആണോ? അമ്മമ്മ ഫ്രീ ആണോ? എന്തിനാ? ഒരു ചായയുടെ പരിപാടിയും കൂടെ തുടങ്ങാനായിരുന്നു. മാസം എന്താന്ന് വെച്ചാൽ ചില്ലറന്നേക്കാം. കാശ് മുടക്കി കടയിട്ട് തന്നിട്ട് ഞാൻ ഇനി നിനക്ക് ചായയും കൂടെ അടിച്ചു തരണം, ഇല്ലയോ? നീ ആട് കൊള്ളാലോ. പാറു, ഫുള്ളാ പോസ്റ്റർ എല്ലാം ഒട്ടിച്ചാച്ചാ? എല്ലായിടത്തും ഒട്ടിച്ചു. ചിച്ചു പിന്നെ മിട്ടിച്ചേട്ടനും കട്ടിക്ക് കൂടെ ഇരുന്നു. മിട്ടൂനാണല്ലോ ഇവിടെ കട തുടങ്ങാൻ ഏറ്റവും കൂടുതൽ താല്പര്യം. പക്ഷെ ഡെയിലി പറ്റിന് സാധനം വാങ്ങിച്ചോണ്ട് പോവാല്ലാതെ കാശ് എടുത്തില്ല. എത്ര കാശ് തരാനുണ്ടെന്ന് അറിയോ? മക്കള് കാശ് ചോദിക്കാനൊന്നും പോണ്ട, തരുവാണെങ്കിൽ മേടിച്ചാൽ മതി. അല്ലാതെ മക്കളായിട്ട് ചോദിക്കരുത് കേട്ടോ. അതെ, കച്ചവടത്തില് സെന്റിമെന്റ്സ് പാടത്തില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോയിട്ട് എന്തായി? എല്ലായിടത്തും ഒട്ടിച്ച്. പിന്നെ ഒരു കാര്യം പറയാം, അതുവഴി പോകുമ്പോ അതൊന്നും വലിച്ചേറി കളയരുത്. അത് ശരി, ഞാൻ എന്തിനു വലിച്ചേറി കളയണം? ഞാൻ ചേച്ചിയെക്കാളും ഫേമസ് ആണെന്ന് ചേച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. അയ്യേ, എന്തൊരു ചിന്താഗതിയാണത്. അവള് പറഞ്ഞേട്ടാ അവള് ഫേമസ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന്. ചേച്ചിക്ക് എപ്പോഴും ലച്ചു ലച്ചു എന്നുള്ള പേര് കേൾക്കണ്ടേ? പിന്നെ അവള് ഫേമസ് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല പോലും. ഒന്ന് പോവച്ചവിടുന്ന്. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി പോയി ഈ പെട്ടിക്കട വെച്ചോട് എന്തോന്ന് ഫേമസ് ആവാനാ? കൊച്ച, ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇടയായിട്ട് നിനക്ക് ഇച്ചിരി ജാടാ കൂടുതലാ കേട്ടല്ല. വരേക്ക് കുറച്ചോളണം അത്. ഈ ചേച്ചിക്ക് ഞാൻ കട തുടങ്ങിയപ്പോ തൊട്ട് എന്റെ അടുത്ത് ദേഷ്യ. അത് തന്നെ, ഭയങ്കര ദേഷ്യ, തീരാത്ത ദേഷ്യം. ஐயோ, சண்டை போடாதீங்க. பாரு, லெச்சு சேச்சி உன்னை கண்டிப்பா ஹெல்ப் பண்ணும். ഹെൽപ്പ് ചെയ്യാന്നല്ല പറയണ്ടേ, ഉപദ്രവിക്കാന്ന് പറ. അമ്മൂമ്മേ, ഇത് സംഭവം വേറെ ഒന്നുമല്ല. ഇവക്ക് ഇതില് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം.
നമ്മൾ ഇടപെട്ടതിന് അത് നടക്കൂലല്ലോ. എനിക്ക് ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണം. ചേച്ചിക്ക് എന്താ? മുമ്പ് എനിക്ക് ഇവളുടെ സംസാരം തീരെ പിടിക്കുന്നില്ലേ. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സംസാരം തീരെ പിടിക്കുന്നില്ല. ഈ കട തുടങ്ങിയപ്പോ മുതൽ രണ്ടും കൂടെ നടത്തുന്ന പുകിലായത്. അയ്യോ ഞാനൊന്നിനും ഇല്ലേ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.